പൂരത്തിന് ആനകൾ നിരന്നു നിൽക്കുന്ന മാതിരി. ആയ് ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയത് രാമനാട്ടുകര അടുത്താട്ടോ, നമ്മളെ കോഴിക്കോട് ജില്ലയിലെ ഗപ്പി ഫാമിലേക്കാണ് എത്തിയത്. ഏകദേശം ഒരു 10-16 വെറൈറ്റി ഗപ്പികൾ ഈ ഒരു ഫാമിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫാമിൻ്റെ പ്രത്യേകത, വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഗപ്പികളെ മൊത്തം ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജ് കേസിലും സാധാ ബേസിലും ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗപ്പി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഗപ്പി ഫാം മലപ്പുറം ജില്ലയിലെ രാമനാട്ടുകരയുള്ള ഈ ഒരു ഗപ്പി ഫാമാണ്. എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, പേരെന്താ? പേര് അഷദ്. അഷദ്. അപ്പോൾ കറക്റ്റ് സ്ഥലം അപ്പോൾ എവിടെ? കറക്റ്റ് നമ്മളെ രാമനാട്ടുകരയിൽ നിന്നൊരു 7 കിലോമീറ്റർ അങ്ങോട്ട് പോരണം. അപ്പൊ എല്ലാം നമ്മുടെ ടെറസിന്റെ മുകളിലാണ് സെറ്റപ്പ് ആക്കി. മൊത്തം ടെറസിന്റെ മേലെ. ടെറസിന്റെ മുകളിൽ ചെയ്യാനുള്ള കാരണം ഒന്നും കൂടിയും കംഫർട്ട് ആണ്. അതെ, കൊച്ചികളോ വർഷങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല. ഫുള്ള് സൈഡിലൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട്. ഫുള്ള് വലട്ടേക്കണം. അപ്പൊ ഈ വീക്കിന് പ്രശ്നം ടെറസിന്റെ ഇത് താമസിക്കുന്ന ഇവിടെ അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല. അപ്പൊ എത്ര എങ്ങനെയൊക്കെ ഇവിടെ ടാങ്കുകൾ സെറ്റപ്പ് ആക്കിയില്ല ഇവിടെ? നമ്മള് ബ്രൂഡിന് വേണ്ടിയിട്ട് ഒരു 10-15 നെറ്റ് അടിച്ചിട്ടാണ് ചെയ്തേക്ക്. കുഞ്ഞുങ്ങൾക്ക് ഫുള്ള് നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് ആണ് സെക്ഷൻ മാറ്റി വെച്ച്. അപ്പോൾ നമ്മൾ ടെറസിന്റെ മുകളിലേക്കാണ് ആദ്യം തന്നെ കയറിയത്. അപ്പോൾ ടെറസിന്റെ മുകളിലാണ് മൊത്തം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ആദ്യം കാണുന്ന ഈ സെക്ഷന് ബ്രൂഡിന്റെ ആ ഒരു സെക്ഷനാണ്. അപ്പോൾ നല്ല അടിപൊളി വൃത്തിയിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മളെ ഫ്രിഡ്ജിന്റെ കേസിൽ ആണ് ഒക്കെ ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഫുള്ള് നമ്മൾ ഫ്രിഡ്ജിൻ്റെ കേസിലൊക്കെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 10-16 വെറൈറ്റി ഗപ്പികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് ചെയ്യുന്നത്. ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ആക്കി തിരിച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനാണ് വേണ്ടിയിട്ടുള്ള ഇവിടെ ഫ്രിഡ്ജ് കേസ് ഇത്രയും ഇവിടെ ചെയ്യുന്നത്. 16 വെറൈറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടാങ്കുകൾ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്ഥലം കുറവുകൊണ്ടാണ് ടെറസിൻ്റെ മുകളിൽ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ഗപ്പികൾ നമുക്ക് ഗ്ലാസ്സൊക്കെ എടുത്ത് നോക്കി നോക്കാം. നമുക്ക് ഇവിടെ ഇപ്പൊ ടാങ്ക് ടെറസിന്റെ മുകളിൽ ടാങ്ക് സെറ്റ് ആക്കി. ടെറസിന്റെ മേലാണ് ഇവിടെ റിംഗില് കുറച്ച് ഫ്രിഡ്ജ് ബോക്സും ചെയ്തു. താഴെ സ്ഥലമില്ലാത്തോണ്ട് ടെറസിൽ ചെയ്തത്. താഴെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എത്ര ഐറ്റം ഇപ്പൊ ഇവിടെ ഗപ്പികൾ നിലവിലുണ്ട്? നമുക്കൊരു 14-15 ഐറ്റം. 15 ഐറ്റം. അതിനോട് ഇപ്പൊ എത്ര ടാങ്കുകൾ സെറ്റ് ആക്കി? ഇവിടെ ഒരു 40-50 ടാങ്ക് സെറ്റ് ആക്കി. നമുക്ക് ആദ്യം ഓരോ ഐറ്റം ഗപ്പികൾ എടുത്ത് നോക്കാം. ആദ്യം നോക്കാൻ പോകുന്നത് ഏതാ? നമ്മളെ പർപ്പിൾ ബെറി. എന്തൊരു സംഭവം അല്ലേ! ടെയിലാണെങ്കിലും അതിന്റെ ഇയറാണ് ഒക്കെ സൂപ്പർ ആയിട്ട്. വേറൊരു കളറും ഇല്ല, കളർ ഇറങ്ങില്ല. ഇതിപ്പോ വലിയ സൈസാണല്ലോ നമ്മൾ കാണിക്കുന്നത്. വലിയ സൈസാണ്. നമ്മളെ ബ്രൂഡാണ്. ബ്രൂഡായിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാല്ലേ? അത് കൊടുക്കാനുള്ളതാണ്. എന്ത് റേഞ്ച് വരും മാർക്കറ്റിലൊക്കെ? മാർക്കറ്റിൽ ഏകദേശം 100-120 ആ റേഞ്ചിലുള്ളൂ അല്ലേ? ഇയർ കൈയെടുക്കുമ്പോഴാണ് അതിന്റെ ഇയർ നല്ല സൈസ് വെക്കണ്ടല്ലോ. നല്ല സൈസ് ആവും. ഫീമെയിലും നല്ല സൈസ് വെക്കും. നല്ല സൈസ്. കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട് ഇവിടെ. നമുക്കൊരു 60-70 കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. ഇതേതാ ഐറ്റം വരുന്നത്? നമ്മളെ പ്ലാറ്റിനം കോയി ബിഗ് ഇയർ സംഭവം. അതല്ലേ സംഭവം. ഒരു 90% ഒക്കെ സ്റ്റെബിലിറ്റി കിട്ടുന്നു. ബാക്കി ഇപ്പൊ ഇയറില്ലാത്തതിന്റെ പ്രശ്നമാണ് വരുന്നത്. ഇയറില്ലാത്തതിന്റെ പ്രശ്നം. ഗ്യാപ്പ് ഇല്ലാതെ ഇറങ്ങും. ഇയറുള്ളതൊക്കെ സൂപ്പർ അല്ലേ? നല്ല ഇയർ വരും. പ്ലാറ്റിനം ബിഗ് ഇയറിന്റെ ആ ഒരു ഇയർ ഇതിൽ കിട്ടും. പിന്നെ ഫീമെയിൽ അത്യാവശ്യം നല്ല സൈസും വയ്ക്കും. ഫീമെയിൽ നല്ല സൈസ് വരും. ഇയർ ഉള്ളത് സൂപ്പർ ആയി വരും അല്ലേ? ഇയർ നല്ല പോലെ വരും. ഇതൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റേഞ്ച് വരുന്നത്? മാർക്കറ്റ് റേഞ്ച് നമുക്കൊരു 200-250 റേഞ്ച് വരും. സാധാ ഫുൾ ബ്ലാക്ക് അല്ല? സാധാ ഫുൾ ബ്ലാക്ക്. പിന്നെ ഏത് ആൾക്കാരും പെട്ടെന്ന് വന്ന് ഗോൾഡ് കളർ ആയതുകൊണ്ട് എന്നും ചോദിക്കാൻ ആയിട്ട് അല്ലേ? എപ്പോഴും മാർക്കറ്റ്. അതെ, നമ്മള് ഫുൾ റെഡിന്റെ അതേമാതിരി അല്ലേ? അതേപോലെ തന്നെ നല്ലപോലെ കുഞ്ഞുങ്ങളെയും കിട്ടും. നല്ല കുഞ്ഞുങ്ങളെയും കിട്ടും അല്ലേ? ചെറിയൊരു ഇയറും കാണിക്കും. ചെറിയൊരു ഇയറും കാണിക്കും. ഇതെന്തായിരിക്കും മാർക്കറ്റിലൊക്കെ റേഞ്ച് വരുന്നത്? 100-120 ആ റേഞ്ചിലും. അടുത്തത് നമ്മളെ പർപ്പിൾ ബെറി ഡ്രാഗന്റെ അതേമാതിരി അല്ലേ? ഡാർക്ക് നൈറ്റ്. ബ്രീഡിംഗ് കേജിൽ കാണിക്കുന്നത് ഫീമെയിൽ ഒക്കെ നല്ല സൈസാണല്ലോ. നല്ല സൈസാണ്. പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കിട്ടും ചെയ്യും. നല്ല കുഞ്ഞുങ്ങളെ കിട്ടും അല്ലേ? ഇതൊക്കെ എത്ര കുഞ്ഞുങ്ങളെ തരാറുണ്ട്? ഇതൊക്കെ ഈ ഫീമെയിൽ നമുക്ക് ഒരു 60-70 ആ കുഞ്ഞുങ്ങളെ തരും കിട്ടും.
ഇത് പിന്നെ വേറെ ഒരു കറും ഇറങ്ങില്ല, നല്ല എല്ലാം പക്കായിട്ട് അല്ലേ? എല്ലാം പക്കായിട്ട് ഇറങ്ങും. എന്തായിരിക്കും ഇതിനൊക്കെ മാർക്കറ്റ് റേഞ്ച് വരുന്നത്? 100, 120 ആ റേഞ്ചിൽ തന്നെ കൊടുക്കാം. എപ്പോഴും നല്ല ആക്റ്റീവ്, നമ്മള് ചില്ലി മൊസൈക്കിന്റെ മാതിരി അതേപോലെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇതാണ് അതിന്റെ ബ്രീഡിംഗ് കേജ്. ഇങ്ങനെയാണ് ഇവിടെ വളർത്തുന്നത് അല്ലേ? ഇത് ചെറിയ, അപ്പൊ ഇത് ഇവിടെ കുഞ്ഞുങ്ങളിറങ്ങുമോ? കുഞ്ഞുങ്ങളിറങ്ങും. ചെറിയ നൈസാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ ഇതിലുണ്ടോ? വേറെ മാറ്റിട്ടോ? ഇതിൽ ഞാൻ മാറ്റി വെച്ചതാണ്. ഇതിലേക്ക് കാണുന്നുണ്ടോ? ഒരു ഫീമെയിലിന്റെ കുഞ്ഞുങ്ങളാണ്. ഒരു ഫീമെയിലിന്റെ കുഞ്ഞുങ്ങൾ. ഇതിപ്പോ എന്ന് പ്രസവിച്ചതാ? ഇതിപ്പോ ഇന്നലെ പ്രസവിച്ചതാ. നല്ല സൈസ് ഉണ്ട്. നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇപ്പൊ ഫുഡ് കൊടുത്തോ? ഫുഡ് കൊടുത്തില്ല. ഇവർക്ക് അപ്പൊ എന്നാ ഫുഡ് കൊടുക്കും? ഫുഡ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കും. എന്ത് ഫുഡാ കൊടുക്കുക ഇവർക്ക്? നമുക്ക് ഇതാണ് കൊടുക്കുന്നത് ഇവിടെ, ലാർവീവ. എന്ത് ഫുഡാണ് ആഷാദ് കൊടുക്കുന്നത്? ഞാൻ ലാർവീവയാണ് കൊടുക്കുന്നത്. ലൈവ് ഫുഡ് ഇല്ല. പുല്ല് പെല്ലറ്റ്. ആ ഫുഡ് മാത്രം. അത് വലുതിനും ചെറുതിനൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പെല്ലറ്റ് കഴിക്കാൻ തുടങ്ങും. നല്ല ഫുഡാല്ലേ? നല്ല ഫുഡാണ്. റേറ്റും ഇല്ല. റേറ്റും ഇല്ല. ഇതാണ് അതല്ലേ? ചെറിയ പൊടിയാകൊണ്ട് വലുതിനും ഒക്കെ പറ്റും, ചെറുതിനൊക്കെ പറ്റും, എല്ലാത്തിനും പറ്റും. ലൈഫ് ഫുഡിന്റെ ബലം ചെയ്യും. എത്ര നേരം അത് വലിയ ഐറ്റങ്ങൾ കൊടുക്കലുണ്ട്? 2 നേരം. 2 നേരം കൊടുക്കും. 2 നേരം, രാവിലെയും വൈകിട്ടും. കുഞ്ഞുങ്ങൾക്കോ അതുപോലെ തന്നെ. നമ്മളെ ഫുൾ റെഡ് ഫുൾ റെഡ് അല്ലേ? നമ്മളെ ഫ്ലവർ ഡോട്ട്സിലാണ്. പക്ക റെഡ് കളർ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും. പക്ഷെ നല്ലപോലെ കുഞ്ഞുങ്ങളെ കഴിക്കും ചെയ്യും. അതിലാണ് ഇപ്പൊ എല്ലാത്തിലും ബ്രീഡിംഗ് കേജ് ആണ്. നമ്മളെ പണി പകുതിയാണ് കുറഞ്ഞു കിട്ടും. സെറ്റ് ആക്കിയതാണ്. ഫസ്റ്റ് ബ്രീഡ് ആയി തുടങ്ങണേ ഉള്ളൂ. ഇതൊക്കെ എന്ത് റേഞ്ച് വരും മാർക്കറ്റില്? 100, 120 ആ റേഞ്ച് തന്നെ. അപ്പൊ നമുക്ക് ചില്ലറ ആയിട്ടുള്ളൂ, മൊത്തമായിട്ടുണ്ടാവില്ല. അടുത്ത് നമ്മളെ പഴയ ഐറ്റല്ലേ, ഇത് പ്ലാറ്റിനട്ട് ചെയ്യണതാണ്. പ്ലാറ്റിനം കളർ ഫില്ലായി വരുന്നതാണ്. നല്ല പോലെ കുഞ്ഞുങ്ങളെ കിട്ടും. നല്ല കുഞ്ഞുങ്ങളെ കഴിക്കലും കുറവാണ്. അത് പിന്നെ അങ്ങനെ ശരിക്കും ആവശ്യം തന്നെ. എന്നാലും നമുക്ക് സേഫ്റ്റി ആയിട്ട് വെക്കാണ്. ഇതൊക്കെ സംഭവമാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും മാർക്കറ്റ്? നമ്മള് 100, 120 ആ റേഞ്ച് തന്നെ വരുന്നത്. ഇതിപ്പോ ഏതാ വരുന്നത്? റെഡ് ഇയർ ആണോ? റെഡ് ഇയർ കോയി. ക്യാപ്പ് പിന്നെ 99% ക്യാപ്പ് കിട്ടും. ഈ ഇയർ ഉള്ളത് നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? ഇയർ ഉള്ളത് റെഡ് ഇയർ ഒരു 90 കിട്ടുന്നുണ്ട്. നമുക്കിപ്പോ ഇയർ ഉള്ളത് കൊടുക്കാണ്ടാവോ? ഇയർ ഉള്ളത് കൊടുക്കാണ്ടാവും. അപ്പൊ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റേഞ്ച് വരുന്നത്? 300, 350 ആ റേഞ്ചിൽ വ്യത്യാസം വരും. കുറച്ച് ഹെവിയാണ്. ഇവിടെ അഷാദ് കുറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. അത് നമ്മളെ പർപ്പിൾ ബെറിന്റെ. അപ്പൊ ഇതിപ്പോ എത്ര ദിവസം പ്രായമായതാ? ഇത് 1 മാസം ആവുന്നുള്ളൂ. അപ്പൊ ഇന്ന് സെലക്ട് ചെയ്ത് എടുക്കാണ്ട് ഇതിന്ന് ഞാൻ ബ്രൂഡ് സെലക്ട് ചെയ്യും. നല്ലത് നോക്കിയിട്ട്. അതിലിപ്പോ ചിലത് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. വലിപ്പം വെക്കുന്നതിന് പെട്ടെന്ന് അങ്ങനെ മാറ്റും. ബ്രൂഡ് സെറ്റ് ആക്കും. കുറച്ച് മെയിലിനെ മാറ്റി വെച്ചിരിക്കണേ. ഇതിപ്പോ നമ്മള് കൊടുക്കാനുള്ളതാണോ ഇവിടെ സെറ്റ് ആക്കാൻ വേണ്ടിട്ട്. പിന്നെ പുറത്തുനിന്ന് വേറെ ബ്രൂഡിന്റെ ആവശ്യം വരുന്നില്ല. അപ്പൊ ഇതന്നെ സെറ്റ് ആക്കും. അപ്പൊ ഇവരെന്താണ് ബ്രീഡിങ് ഇടുക? ഇനിയിപ്പോ ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് രണ്ടും ഒരുമിച്ചിടും. അപ്പൊ അതേമാതിരി നേരത്തെ കണ്ട ബ്രീഡിംഗ് കേജ് അതേപോലെ സെറ്റ് ആക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ക്വാളിറ്റിയിൽ നിന്ന് മാറ്റം വരുന്നില്ല. ആദ്യം മേടിച്ച ആ ക്വാളിറ്റി തന്നെ കിട്ടുന്നുണ്ട്. ഇത് നമ്മളെ പഴയ മോഡൽ അല്ലേ? ബ്രസീലിയൻ റെഡ്. അതിപ്പോ ചെറുതാണ് കാണിക്കുന്നത്. ചെറുതാണ്, ജൂനിയർ സൈസ് ആണ്. നമുക്ക് ഒരുപാട് കൊടുക്കാനുണ്ട്. ഇത് നല്ല കളർഫുൾ ആയിട്ട് വരും. നല്ല കളറായിട്ട് ആക്റ്റീവ് ആവും. ഇതെന്തായിരിക്കും മാർക്കറ്റ് റേഞ്ച്? 100, 120 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. റേഞ്ച് തന്നെ. ടാങ്കാണ് യൂസ് ചെയ്യുന്നത്. ഇത്
ഇതാണ് നെറ്റാണ്. മെഷ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിട്ട് നെറ്റ് ഉപയോഗിച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് അതിൽ നമ്മളെ പായ വിരിച്ചിട്ട് ഷീറ്റ് വിരിച്ചിട്ട് ചെലവ് കുറയ്ക്കുക. മാക്സിമം ചെലവ് കുറച്ചിട്ട് സൈസ് നല്ല ഇതുള്ളതുകൊണ്ട് 1 മീറ്റർ ഇതുള്ളതുകൊണ്ട് പെട്ടെന്ന് സൈസ് വെക്കും. ഇനി ബ്രൂഡൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിലും ഇത് വെച്ച് തന്നെ ചെയ്താൽ മതി. ഇവിടെ പിന്നെ കുറച്ചുകൂടി ബ്രീഡിംഗ് ഏജ് മാറ്റണ്ടല്ലോ. മാറ്റണ്ട്. അത് ഫസ്റ്റ് ചെയ്തതായിരുന്നു. അതെ. പിന്നാണ് ഈ അടുപ്പുള്ള കണ്ണിക്ക് മാറ്റിയത്. റിസൾട്ട് അതിനെ കൂടുതൽ കിട്ടിയത്. റിസൾട്ട് അതിന് അടുപ്പുള്ള കണ്ണിക്ക് അതിനെ കിട്ടി. അപ്പൊ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിൽ നിൽക്കാൻ പുറത്തോട്ട് പോകും. ഇവിടെ പോകും. പിന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഇതിനെ വളർത്തണോ? അല്ല, നമ്മൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ബേസിലേക്ക് മാറ്റും. 1 വീക്ക് കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ. ചിലപ്പം പെട്ടെന്ന് എടുക്കും ചെയ്യും. വെള്ളത്തിന്റെ എന്തെങ്കിലും ചേഞ്ച് വ്യത്യാസം വന്നാല് കുഞ്ഞുങ്ങളെ കിട്ടൂല. പിന്നെ ചിലപ്പോ അതിൽ വെക്കും, ചിലപ്പോ അപ്പൊ തന്നെ മാറ്റിയെടുക്കും. വെള്ളത്തോട് സെറ്റായി കിട്ടാൻ വേണ്ടി. നമ്മുടെ ഈ ഫാമത്തെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ വളർത്തുന്ന രീതിയാണ് ശരിക്കൊരു ഫാം തുടങ്ങുന്ന രീതി പറയുന്നത് ഇത്ര മതി. വളരെ സിമ്പിളാണ്. വലിയ ചിലവും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെ നെറ്റ് വളരെ വില കുറഞ്ഞ നെറ്റ്, നമുക്ക് ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെറ്റാണ്. വളരെ വിലക്കുറവാണ്. തൂക്കത്തിന് പഠിക്കാൻ കിട്ടുന്ന ഒരു നെറ്റാണത്. അപ്പോൾ ഈ നെറ്റിലാണ് ഇവിടെ ബ്രൂഡൊക്കെ സെറ്റാക്കി, റിങ് സെറ്റാക്കിയിട്ട് അതിലാണ് ബ്രൂഡ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആയതിനും വലിയ ഐറ്റം ഗപ്പികളൊന്നും ഇവിടെ കൊണ്ടുവന്നില്ല. നമുക്ക് സാധാരണ നോർമലായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വളരെ വിലക്കുറവിലുള്ള ആ ഒരു സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു ഗപ്പികളാണ് ഇവിടെ ആയതിനും കൂടുതൽ ആളുകൾ എൻക്വയറി വരുന്ന ആ ഒരു ഐറ്റം തന്നെയാണ് ഗപ്പികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജ് കേസിൽ നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളുടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിനായിട്ട് സെപ്പറേറ്റ് ഇവിടെ ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ അർഷാദ് പറയും. അപ്പോൾ എത്രത്തോളം ചിലവ് ചുരുക്കാൻ പറ്റുന്നു ആ രീതിയിൽ തന്നെയാണ് അർഷാദ് ഇവിടെ ഓരോന്നും ചെയ്തിട്ടുള്ളത്. പിന്നെ ബേസിന് ഇവിടെ ഓരോന്നും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ആ ബേസിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ മെയിലും ഫീമെയിലും ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഗപ്പികളെ വളർത്തുന്നത്, ഗപ്പികളെ ക്വാളിറ്റി എങ്ങനെ കിട്ടണം ഒക്കെ നമുക്ക് ഈ ഒരു ഇവിടുത്തെ ഫാം സെറ്റപ്പ് നോക്കി കണ്ട് പഠിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേമാതിരി തന്നെ ചെയ്യാം. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ വെറുതെ സ്ഥലം മുടക്കായി കുറേ സ്ഥലം കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു വരുമാന മാർഗ്ഗം എന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന, താഴെ സ്ഥലമില്ലാത്തവർക്കും താഴെ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ പല കാർ പോർച്ചോ അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെ നിന്ന് ഗപ്പി ഈ നമ്മൾ ടാങ്ക് സെറ്റപ്പ് ആയാലും അപ്പോൾ ടെറസിൻ്റെ മുകളിൽ ചിലപ്പോൾ ഒരു ഇതൊന്നുണ്ട്, വെറുതെ വേസ്റ്റായി കിടക്കുന്ന സ്ഥലം. അപ്പോൾ സ്ഥലം എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ആ യൂട്ടിലൈസ് സ്ഥലത്ത് നിന്ന് നമുക്ക് എങ്ങനെ വരുമാനം കണ്ടെത്താം, അതാണ് അർഷാദ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ ജോലി ഉണ്ട്. അദ്ദേഹത്തിന് ആ ജോലി തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ഫാം സെറ്റപ്പ് ആക്കിയത്. വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ലെവലൊക്കെ എത്തിയത്. അപ്പോൾ എങ്ങനെ ഫാം തുടങ്ങാമെന്നൊക്കെ പറ്റും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കണ്ടൊരു മാതൃക ആക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റം ഗപ്പികൾ നോക്കി, ഇനിയും കുറച്ചുകൂടി ഐറ്റം ഗപ്പികൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കാനുണ്ട്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. ഇത് നമ്മളെ ഫുൾ ഗോൾഡ് റിബൺ ആണ്. റിബൺ ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ എങ്ങനെയായിരിക്കും മാർക്കറ്റ്? 100, 120 ആ റേറ്റ് വരുന്നുള്ളൂ. മാർക്കറ്റിൽ വരുന്നുള്ളൂ അല്ലേ? ഇത് നമ്മളെ ജപ്പാൻ ബ്ലൂ ടൈലിന്റെ നല്ലപോലെ ടൈല് വരും, കളറും വരും, നല്ല കളർഫുൾ ആയിട്ട് കിട്ടും ചെയ്യും. നല്ല ഒരുപാട് കുഞ്ഞുങ്ങളെയും കിട്ടും, നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടും ചെയ്യും. പിന്നെ അതിൽ വേറൊരു കളറും അല്ല, ആ ഒരു ടൈലിന് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റിയാ. ഇതിപ്പോ എങ്ങനെ മാർക്കറ്റിലൊക്കെ 100, 120 ആ റേഞ്ചിന്. നമ്മളെ മെറ്റൽ റെഡ് ലൈസ് ആണ്. സ്നേക്ക് സ്കിന്ന് വരുന്നത്, സ്നേക്ക് ബോഡി പ്രിന്റ്. ടൈല് അടിപൊളി അല്ലേ? എല്ലാ ബോഡിയിലും പ്രിന്റ്, ടൈലുമും പ്രിന്റ് വരും. ടൈലുമലും വരും. നല്ല പോലെ വരും. അത് നല്ല ഇപ്പൊ ഈ കാണിക്കുന്നത് നല്ല ടൈൽ ഉണ്ടല്ലോ. നല്ല ടൈൽ ഉണ്ട്. വരും. ഇത്രയും ടൈൽ വരും അല്ലേ? ഇത്രയും ടൈൽ വരും. ബ്ലാക്ക് അയ്യല്ലേ വരുന്നത്? ബ്ലാക്ക് അയ്യ വരുന്നത്. ഇതെന്താ റേഞ്ച് വരിക മാർക്കറ്റില്? ഒക്കെ 100, 120 ആ റേഞ്ച്. ഇവിടെ നമുക്ക് കുറച്ച് ഫ്രിഡ്ജ് കേസുകൾ വരുന്നുണ്ട് അല്ലേ? കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് മാറ്റും. കുഞ്ഞുങ്ങൾ ഇവിടേക്ക് മാറ്റും. ബ്രൂഡ് പിന്നെ നമ്മൾ ഈ റിംഗിലേക്ക് ബ്രൂഡ് കുഞ്ഞുങ്ങളെ ഫുള്ള് ഇങ്ങോട്ടേക്ക് മാറ്റും ഫ്രിഡ്ജ് കേസിൽ അല്ലേ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെ ഇതില്ലാത്തൊരു ഫാം ഉണ്ടാവില്ല. ആളുകൾ ആദ്യം ചോദിച്ചു വരുന്നുണ്ടായിരിക്കും പ്ലാറ്റിനം റെഡ്. നമ്മളെ ഷോപ്പുകളിലേക്കൊക്കെ നല്ലപോലെ
എൻക്വയറി വരുന്ന റേറ്റ് ആണ്. ഈ തുടക്കക്കാർക്ക് എടുത്ത് വളർത്താൻ പറ്റുന്ന റേറ്റ് അല്ലേ? ഇത് അതിന്റെ ഫീമെയിൽ ആണ്. ഫീമെയിൽ മാത്രം ഇട്ടിരിക്കും. സെപ്പറേറ്റ് ചെയ്തിട്ട്. ഇതെന്തായിരിക്കും ഇതിന്റെ മാർക്കറ്റ് റേഞ്ച് ഒക്കെ? 100-120 ആ റേഞ്ച് തന്നെ. ഇപ്പഴത്തുള്ള ഏതാണ്? അത് ഫീമെയിൽ തന്നെയാണ്, കുറച്ചും കൂടി സൈസ് ആവാനുള്ളത്. ഫീമെയിൽ മാത്രം. ഫീമെയിൽ മാത്രം എങ്ങനെ? അപ്പൊ മെയിൽ അങ്ങനെ ഇടുന്നില്ലേ? ഇടുന്നില്ല. മെയിൽ ഉണ്ട്. ഇങ്ങനെ ഫീമെയിൽ മാറ്റിയിടുമ്പോ ഫീമെയിലിന് പെട്ടെന്ന് ഗ്രോത്ത് കിട്ടുന്നുണ്ട്. നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ പ്ലാറ്റിനം റെഡിന് മാത്രമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു എത്ര ടാങ്കുകൾ ചെയ്യേണ്ടത്? പ്ലാറ്റിനം റെഡിന് ഒരു 4-5 ടാങ്ക് പ്ലാറ്റിനം റെഡിന് മാത്രം മാറ്റിയിട്ടുള്ളൂ. കൂടുതൽ എൻക്വയറി വരുന്നോണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ലേ? നല്ലപോലെ എൻക്വയറി ഉണ്ട്. അപ്പൊ പക്ഷെ അതെ, നമ്മളിപ്പോ കുറച്ച് കെട്ടുകൾ നോക്കി. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യം ചോദിക്കാം. ഇവിടെ ഇപ്പൊ ടാങ്കിലെ ബ്രൂഡിന്റെ ടാങ്കാണുള്ളത്. ഇവരെ കെയറിങ് എങ്ങനെയാണ്? വെള്ളം ക്ലീനിങ് എങ്ങനെയാണ്? ഫുഡ് എങ്ങനെയാണെന്ന് പറയാം. നമ്മള് ചെയ്യുന്നത് വെച്ചാല് വേസ്റ്റേജ് ആണ് വലിച്ചെടുക്കുക ചെയ്യുന്നത്. ബ്രൂഡിന്റെ വെള്ളം നിൽക്കും. പിന്നെ റീഫിൽ ചെയ്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. എടുത്ത് മാറ്റിയിട്ട് അങ്ങനെ ആ ഒരു പരിപാടിയില്ല ചെയ്യുന്ന പരിപാടി. ഒന്നാമത് ഗ്രീൻ വാട്ടർ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല സൈസ് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് കെയർ ചെയ്യുന്നത്. ഇനിയിപ്പോ അതിന് നേരെ ഇത് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ കയറി എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ ബേസിലേക്ക് കുഞ്ഞുങ്ങളെ സെക്ഷൻ ഇവിടെ ഇപ്പൊ കുഞ്ഞുങ്ങളെപ്പോ എങ്ങനെയാണ് വളർത്തുന്നത്? ഇപ്പൊ നമ്മളൊരു 1 മാസം 1.5 മാസം ഇതിൽ തന്നെ ഇടും. എന്നിട്ട് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത് വെച്ചതവിടെ നമ്മള് ഇതാണ് അല്ലേ? നമ്മളെ പർപ്പിൾ ബെറി ആണ്. പർപ്പിൾ ബെറിന്റെ മെയിൽ മാത്രം ഇതിലിട്ട്. അത് നമ്മളെ പ്ലാറ്റിനത്തിന്റെ ഫീമെയില് സെപ്പറേറ്റ്. ഇത് പർപ്പിൾ ബെറിന്റെ ഫീമെയിൽ സെപ്പറേറ്റ് ആക്കി. ഇത് നമ്മളെ റെഡ് ഇയറിന്റെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ നമുക്കിത് 1.5 മാസത്തിനുള്ളിൽ ഫീമെയിലും മെയിലും തിരിച്ചറിയാൻ സാധിക്കും. 1.5 മാസം മതി. ഇതിപ്പം തിരിച്ചറിഞ്ഞ് ഇത് നമ്മളെ ഫുൾ റെഡിന്റെ അത് തിരിച്ചറിയാൻ മെയിലൊക്കെ ആയില്ലേ? മെയിലായി. വേറെ മാറ്റാനായി. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ. മെയിലുകൾ മാത്രമുള്ളത്. ഇത് നമ്മളെ ചില്ലി മൊസൈക്കിന്റെ മെയിൽ മാത്രം. ഫീമെയിൽ അവിടെ. സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ആണോ കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നല്ലോ? സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് കൂടുതൽ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും. അപ്പോൾ 2 നേരമല്ലേ ഫുഡ് കൊടുക്കല്? 2 നേരം തന്നെ. വാട്ടർ ക്ലീനിങ് ഒക്കെ ഇതിപ്പോ കുഞ്ഞുങ്ങളെ ടാങ്കാണുള്ളത്. കുഞ്ഞുങ്ങളുള്ളത് ഇത് നമ്മളെ പ്ലാറ്റിനം റെഡ് ആണ്. കുറെ ഉണ്ട്. ഇത് നമ്മളെ ഡ്രാഗൺ. അതിന്റെ കുഞ്ഞുങ്ങൾ കുറെ ഉണ്ട്. ഇത് നമ്മള് 1 മാസം വെള്ളം ക്ലീൻ ചെയ്യുന്നില്ല. വെള്ളം ഉണ്ടായോണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മാത്രം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അത്ര മതി. ഇത് നമുക്കൊരു 1 വീക്ക് കഷ്ടി ആയിട്ടുള്ളൂ. അത് കൊടുക്കാൻ തുടങ്ങി. അത് മതി. നല്ലപോലെ കഴിക്കും ചെയ്യും. ചെറിയ എങ്ങനെയാണ് ഗ്രാമിലൊക്കെ വരുന്നത് മാർക്കറ്റിലൊക്കെ? ഇതിന് നല്ല റേഞ്ച് ഉണ്ട്. 300 രൂപ. എത്ര? 100 ഗ്രാമിന്. 100 ഗ്രാം മതി. കുറെ കാലത്തേക്ക് അത് മതി. അപ്പൊ അവർക്ക് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അവർക്കുള്ള ഫുഡ് ആയി. ഇനി എപ്പോഴാ പോയിട്ട് ഇതിപ്പോ രാവിലെ എത്ര മണിക്കാണ് കൊടുക്കണപ്പോ? നമ്മളൊരു 7 മണി 8 മണി ആ ടൈമിന് കൊടുക്കും. പിന്നെ എപ്പോഴാ കൊടുക്കുക? പിന്നെ വൈകിട്ട് 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളെ കയറിങ് വല്ലാതെ ബുദ്ധിമുട്ട് വരുന്നില്ല അല്ലേ? ഇല്ല. ഇതിപ്പോ എത്ര? ഇതിൽ കുറെ ഉണ്ടല്ലോ. ഏകദേശം 100-300 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പൊ എത്ര ബ്രൂഡിന്റെ ആണ്? എത്ര ഫീമെയിലിന്റെ? ഇതിപ്പോ ഒരു 4 ഫീമെയിൽ ഒരുമിച്ച് പ്രസവിച്ചാണോ? ഒരുമിച്ച് ഒരേ സൈസ് വരുന്നത്. ഇതിലുള്ളത് ഏതാണെന്ന്? നമ്മളെ റെഡ് ഇയർ കോയിന്റെ കുട്ടികളാണല്ലേ? കുട്ടികൾക്ക് നമുക്ക് ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും ക്യാപ്പ് കാണുന്നുണ്ടല്ലേ? നല്ലപോലെ ക്യാപ്പ് ഇറങ്ങുന്നുണ്ട്.
ഒന്നാമത് ഗ്രീൻ വാട്ടർ ആണ്. ആ ഫുഡിന്റെ സ്മെല്ല് കിട്ടിയപ്പോ തന്നെ മഴ പാഞ്ഞു വന്നു അല്ലേ? ഇത് നമ്മളെ മിൽക്കി വൈറ്റ് ആണ്. മിൽക്കി വൈറ്റ് ആൽബിനോല് വരുന്നത്. ആൽബിനോല് വരുന്നത് നമ്മള് ഗ്ലാസ്സിൽ എടുത്ത കുറച്ച് പ്രശ്നമാണ് അല്ലേ? പ്രശ്നമാണ്. പേടിയുള്ള കൂട്ടത്തിലാണ് എപ്പോഴും അടിയിൽ തന്നെ നിൽക്കുക. പക്ഷെ ഭംഗി ഒരു സൂപ്പർ അല്ലേ? അടിപൊളിയാ. നമ്മള് ശ്രീലങ്ക മൈറ്റിന്റെ ഒരു വേറെ ടൈപ്പ് വരുന്നത്. പക്ഷെ ഇത് അൽബിനാണോ? ആൽബിനോ. ഇതെന്തായിരിക്കും മാർക്കറ്റിലൊക്കെ? 100-120 ആ റേഞ്ച് തന്നെ വരും. ഇത് നമ്മളെ എമറാൾഡ് ഗ്രീൻ. നമ്മളെ പഴയ രാജാക്കന്മാരാണത്. നമ്മള് ജപ്പാൻ ബ്ലൂ ഒക്കെ ഇറങ്ങാന്റെ മുന്നേ വന്നതായിരുന്നത്. അത് ടെയിലും നല്ല സൂപ്പറാണത്. ഇതൊക്കെ എത്ര കുഞ്ഞുങ്ങൾ കിട്ടുന്നുണ്ട് ഇവിടെ? ഇത് നമുക്കൊരു 50-60 ആ റേഞ്ച്. പർപ്പിൾ ബെറിന്റെ നേരത്തെ കാണിച്ച അത്രയും കുഞ്ഞുങ്ങളെ കിട്ടും. ബ്ലാക്ക് ഐ ആണ്. ലൈറ്റ് അടിക്കുമ്പോഴാണ് അതിന്റെ കളറ് കറക്റ്റ് കാണുക. ടെയില് നല്ല വരും അല്ലേ? നല്ല വരും. ഇതെങ്ങനെ റേഞ്ച്? 100-120 ആ റേഞ്ച്. നമ്മള് ഇപ്പൊ എല്ലാ ഐറ്റം ഗപ്പികളൊക്കെ നോക്കി. എങ്ങനെയാ ഇവിടെ കൊടുക്കുന്നത്? ഇപ്പൊ നമ്മള് ഓൾ ഇന്ത്യ കൊറിയർ ആണ് ചെയ്യുന്നത്. ഇവിടെ വന്ന് എടുക്കലുണ്ട്. വിളിച്ചിട്ട് വരണം. ഇവിടെ വരണമെങ്കിൽ റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മുടെ രാമനാട്ടുകരന്ന് വരികയാണെങ്കിൽ പെരിങ്ങാവ് ഒരു 7 കിലോമീറ്റർ ഇങ്ങോട്ട് ഉള്ളോട്ട് പോന്നാൽ മതി. നമുക്ക് മിനിമം എത്ര പർച്ചേസ് എടുക്കണമെന്നുണ്ടോ? അങ്ങനെയല്ല, ഇല്ല. നമുക്ക് എത്ര എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോയുടെ തൊട്ട് അങ്ങനെ നമ്പറിൽ പോകുന്നുണ്ട്. അപ്പൊ അതിൽ വിളിച്ചാല് എപ്പോഴും അങ്ങനെ ചിലപ്പോ വിളിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. എന്തായാലും റിപ്ലൈ തരാം കേട്ടോ. തിരക്കിലാണ്. വാട്സപ്പ് വഴി പരമാവധി കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അർഷദേ, നമ്മളിപ്പോ ഗപ്പിപ്പം തുടങ്ങിയിട്ട് എത്ര ഇപ്പോ? നമ്മളൊരു ഇത്ര സെറ്റപ്പ് ആയി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസം. അത്ര ആയിട്ടുള്ളൂ. 6 മാസം കൊണ്ട് ഇങ്ങനെ ആക്കി. അപ്പൊ വേറെ ജോലി ഉണ്ട് അല്ലേ? അതിന്റെ ഇടയ്ക്ക് അതിനുള്ള സമയം കണ്ടെത്തിയാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ അർഷദിന്റെ ഈ ഒരു ഫാം? അപ്പൊ ഫാമിന് പേരിട്ടില്ല അല്ലേ? ഈ പേരിടണം തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കമന്റിലൂടെ ഒന്ന് പേര് നിർദ്ദേശിക്കുകയാണെങ്കിൽ അല്ലേ? അപ്പൊ അതിൽ നല്ല പേര് നോക്കിയിട്ട് അർഷദ് അത് തിരഞ്ഞെടുക്കും. അപ്പൊ അത് നമുക്ക് പിന്നീട് ഒരു ദിവസം അടുത്തൊരു ഫാം കൂടി വരുമ്പോൾ പറയാം. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മളെ അർഷദിന്റെ ഈ ഒരു ഗപ്പി ഫാം ടെറസിന്റെ മുകളിൽ ചെയ്യുന്ന സംഭവം? ഒരു അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ഉണ്ട്. എല്ലാവർക്കും ഗുഡ് ബൈ.